ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. ആവർത്തന പുസ്തകം 17-ാം അധ്യായം. അവിടെ 1-ാം വാക്യത്തിൽ പറയുന്നത്, ദൈവത്തിന് യാഗമർപ്പിക്കുമ്പോൾ കുറവുകളുള്ളതായ മൃഗങ്ങളെയോ സാധനങ്ങളെയോ യാഗമർപ്പിക്കല്ലേ. എന്തെന്നുണ്ടെന്നാൽ ദൈവം പൂർണ്ണനാണ്. അതുകൊണ്ട് ആ പൂർണ്ണതയുള്ളതിനെ ദൈവത്തിൽ സമർപ്പിക്കുക എന്നുള്ളതാണ്. പുതിയ നിയമമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ, നമ്മെ ദൈവസ്ഥലത്തിൽ നമ്മൾ സമർപ്പിക്കുമ്പോൾ നമ്മുടെ ആ കുറവുകളൊക്കെയും നീക്കി വിശുദ്ധിയോടെ, ശുദ്ധിയുള്ള മൃഗങ്ങളെ ദൈവസന്നിധിയിൽ അർപ്പിക്കുന്നത് പോലെ നമ്മുടെയും ജീവിത വിശുദ്ധിയാണ് ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നത്. ആ വിശുദ്ധിയോടെ ദൈവസന്നിധിയിലായിരിക്കാനുള്ള ശ്രമം നമ്മിൽ നിന്നുണ്ടാവണം. 2 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത്, നിങ്ങളുടെ ഇടയിൽ പ്രകൃതി ശക്തികളെയോ സമസൃഷ്ടികളെയോ ആരാധിക്കുന്നവർ ഉണ്ടെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സാക്ഷി അത് നിങ്ങളോട് പറഞ്ഞാൽ ആ സാക്ഷി മുഖാന്തരം മാത്രം അവനെ നിങ്ങൾ വിധിക്കരുത്. 2-3 സാക്ഷികളുടെ സാക്ഷ്യത്തോടുകൂടി മാത്രമേ അവനെ വിധിക്കാവൂ. ഒരാൾ പറയുന്നത് എപ്പോഴും ശരിയാകണമെന്നില്ല. ആ വ്യക്തിയോടുള്ള വിരോധം കൊണ്ട് പറഞ്ഞതാണോ ഇല്ലയോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് 2-3 സാക്ഷികളുടെ സാക്ഷ്യത്താലല്ലാതെ ഒരു വ്യക്തിയെ വിധിക്കരുത്, അവനെ ശിക്ഷിക്കരുത് എന്ന് പറയാനുള്ള കാരണം അതാണ്. അങ്ങനെ അവൻ തെറ്റുകാരനെന്ന് തെളിഞ്ഞാൽ ആദ്യം സാക്ഷ്യം പറഞ്ഞവനാണ് അവൻ്റെ മേൽ ആദ്യം ഇത് കൈവയ്ക്കേണ്ടത്. അവനെ ശിക്ഷിക്കുക തന്നെ വേണമെന്നുള്ളതാണ്. പുതിയ നിയമമായിട്ട് നമ്മളിതിനെ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന് എല്ലാ തിന്മകളെയും എല്ലാവിധമായ ദുർമോഹങ്ങളെയും നീക്കുക എന്നുള്ളതാണ്. അങ്ങനെയുള്ളതൊന്നും നമുക്കൊരു ആരാധനാ വസ്തുവായി നമ്മുടെ മനസ്സിൽ അതിനെ, ആ തിന്മകളെ താലോലിക്കുന്ന മനോഭാവം, അതാണ് അതിനെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ. ദുശ്ചിന്തകളെയും ദുർവികാരങ്ങളെയും മനസ്സിൽ വെച്ച് നമ്മൾ താലോലിക്കുമ്പോൾ അന്യദൈവങ്ങളെ നമ്മുടെ മനസ്സിൽ വെച്ച് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്ന തുല്യമായിട്ടത് മാറും. അതുകൊണ്ടാണ് പൂർണ്ണമായ വിശുദ്ധിയോടുകൂടി ആരാധിക്കാൻ പറയുന്നത്. ലേവ്യ പുസ്തകം മുതൽ നമ്മൾ വായിക്കുന്നുണ്ട്, യഹോവയായ ദൈവം പറഞ്ഞു, ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരാകുവിൻ. പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവ് പഠിപ്പിച്ചതാണല്ലോ, ഹൃദയ വിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണുമെന്നാണ്. ഇനി 8-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുന്നത്, ഇനി കുലപാതകം, അവകാശവാദം, ദേഹോദരവം മുതലായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് സ്വയം വിധിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ പോവേണ്ടത് ലേവ്യ പുരോഹിതൻ്റെ അടുത്തോ അല്ലെങ്കിൽ അങ്ങനെ അവരാൽ നിയമിക്കപ്പെട്ട ന്യായാധിപന്മാരുടെ അടുത്തോ നിങ്ങൾ പോകണം. അവർ പറയുന്നത് അനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കണം. അതിൽ നിങ്ങൾ പിന്നൊരു വീഴ്ച വരുത്താൻ പാടില്ല. പുതിയ നിയമവുമായി നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതാണ് നമ്മുടെ കുമ്പസാരം. എന്നിലെ കുറവുകളെ, ബലഹീനതകളെ ഞാൻ മനസ്സിലാക്കിയാൽ, എനിക്ക് അതുകൊണ്ട് ഞാൻ മാത്രം പറഞ്ഞാൽ അതിന് പരിഹാരമുണ്ടാവുകയില്ല എന്ന് ബോധ്യമായാൽ പുരോഹിതൻ്റെ അടുത്ത് ദൈവസ്ഥലത്തിൽ ചെന്നത് ഏറ്റുപറയണം. ഏറ്റുപറയുമ്പോൾ പുരോഹിതൻ പറയുന്ന നിർദ്ദേശമനുസരിച്ച് ജീവിക്കുവാനും അതനുസരിച്ച് അതിനുള്ള പ്രായശ്ചിത്തങ്ങളൊക്കെ ചെയ്യുവാനും ഞാൻ ബാധ്യസ്ഥനാണ്. അപ്രകാരമുള്ള ഒരു വിശുദ്ധിക്ക് വേണ്ടി ഇവിടെ ആവശ്യപ്പെടുകയാണ്. ഇനി അങ്ങനെ അത് സാധിക്കുന്നില്ല എങ്കിൽ, ആ പുരോഹിതനെയോ ന്യായാധിപനോ പറയുന്നത് അനുസരിച്ച് ചെയ്യിക്കുന്നില്ല എങ്കിൽ അവൻ ശിക്ഷിക്കപ്പെടണം. എന്ന് പറഞ്ഞാൽ അവൻ പുതിയ നിയമത്തിൽ അതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ സഭയ്ക്ക് അവൻ പുറത്തു പോവേണ്ടവനാണ്. കാരണം സഭ എപ്പോഴും ഡിസിപ്ലിനുള്ള ഒരു സമൂഹമാണ്. നമ്മുടെ കർത്താവും ശിഷ്യന്മാരെ ഭരമേൽപ്പിച്ചത് അങ്ങനെയാണ്, ശിഷ്യന്മാരും ചെയ്തത് അങ്ങനെ തന്നെയാണ്. നമുക്ക് ലേഖനങ്ങളിലൊക്കെ അത് കാണാൻ സാധിക്കും. അപ്പം അങ്ങനെ സാധിക്കാത്തവർ സഭയിൽ നിന്ന് പുറത്തു പോവുക എന്നുള്ളതാണ്. ഇനി 14 മുതലുള്ള വാക്യം നമ്മൾ വായിക്കുന്നത് രാജാവിൻ്റെ നിയമനത്തെക്കുറിച്ചാണ്. ഇസ്രായേൽ ജനത്തിന് രാജാക്കന്മാരില്ലായിരുന്നു, കാരണം അവരുടെ രാജാവ് യഹോവയായ ദൈവമായിരുന്നു. ഇനി യഹോവ പറയുന്നത്, നിങ്ങൾ ഏത് സ്ഥലത്ത് ചെല്ലുമ്പോൾ
നിങ്ങൾ ചെല്ലുന്നതായ സ്ഥലത്ത് മറ്റുള്ള ജാതികൾക്കിടയിൽ രാജാവുണ്ട്. അത് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആയിക്കൊള്ളുക, നിങ്ങൾക്ക് രാജാവിനെ വെക്കാം. പക്ഷെ ആ രാജാവിനെ തിരഞ്ഞെടുക്കുന്നത് ദൈവമായിരിക്കണം. നിങ്ങളാൽ നിങ്ങളൊരു രാജാവിനെ നിങ്ങൾ തിരഞ്ഞെടുക്കാൻ പാടില്ല. കാരണം പ്രിയമുള്ളവർ, ദൈവത്തിന് മാത്രമേ യഥാർത്ഥമായ ഒരു വ്യക്തിയെ മനസ്സിലാക്കുവാനും അവൻ്റെ ഹൃദയവിചാരങ്ങളെ അറിയുവാനും അതനുസരിച്ച് തിരഞ്ഞെടുക്കുവാനും സാധിക്കുകയുള്ളൂ. മനുഷ്യൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ പ്രശ്നം എപ്പോഴും മുഖം നോക്കിയാണ് മനുഷ്യനെ തിരഞ്ഞെടുക്കുന്നത്. നമുക്കറിയാം, ശമൂവേൽ പുരോഹിതൻ ഈശായുടെ മക്കളിൽ നിന്ന് ഒരു തിരഞ്ഞെടുപ്പ് നടത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്, രാജാവാക്കുവാൻ. ഈശായുടെ മറ്റു മക്കളിൽ വില്ലാളി വീരന്മാരെയും യോഗ്യന്മാരെയും ഒക്കെ തിരഞ്ഞെടുത്തു. യഹോവയായ ദൈവം അതൊക്കെ തള്ളിക്കളഞ്ഞു. അവസാനം വെറും ആട്ടിടയ ബാലനായിരുന്ന ദാവീദിനെയാണ് ദൈവം അവിടെ നിന്ന് തിരഞ്ഞെടുത്തത്. ഇന്നും സഭാ നേതൃത്വത്തിലായാലും മനുഷ്യരാൽ നമ്മൾ തിരഞ്ഞെടുക്കപ്പെടുന്നു എന്നുള്ളത് ആണ് ഏറ്റവും വലിയ പ്രശ്നം. അവിടെ മനുഷ്യൻ്റെ സ്വാധീനം അവിടെ മുൻകൈ എടുക്കുന്നു എന്നുള്ളതാണ്. പുതിയ നിയമത്തിൽ നമുക്കറിയാം, യൂദോസ് കറിയാത്തായ്ക്ക് പകരം ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കേണ്ട സാഹചര്യം വന്നപ്പോൾ ശിഷ്യന്മാർ പ്രാർത്ഥിച്ച് ചീട്ടിടുകയാണ് ചെയ്തത്. അങ്ങനെയാണ് മത്തിയാസിനെ തിരഞ്ഞെടുക്കാൻ കാരണമായിട്ട് തീർന്നത്. കാരണം തിരഞ്ഞെടുപ്പ് ദൈവത്തിൻ്റേതാണെങ്കിൽ ആ തിരഞ്ഞെടുക്കപ്പെടുന്ന ആളിന് ബലഹീനതകളുണ്ടെങ്കിലും ദൈവം അവനെ ശക്തീകരിക്കുമെന്നുള്ളതാണ്. എന്നാൽ മനുഷ്യരാലുള്ള ഒരു തിരഞ്ഞെടുപ്പ് സാമൂഹിക ജീവിതത്തിൽ നമുക്കൊരു പക്ഷേ നമുക്ക് അപ്രകാരമായിരിക്കാം. പക്ഷെ പഴയ നിയമകാലത്ത് യഹോവ പറയുന്നത് അങ്ങനെയല്ല, ദൈവത്താൽ അത് തിരഞ്ഞെടുക്കപ്പെടണമെന്നുള്ളതാണ്. മനുഷ്യൻ പലവിധമായ മോഹനീയമായ വാക്കുകളൊക്കെ നൽകിയും മറ്റ് സാമ്പത്തികമായ സഹായങ്ങൾ നൽകിയും പല വിധത്തിൽ മനുഷ്യനെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഇത് യഥാർത്ഥമായ ഒരു ഭരണം നടത്തുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ആ തെരഞ്ഞെടുപ്പ് ദൈവത്തിന് നൽകുക എന്നുള്ളതാണ്. ദൈവമാണ് മോശയെ വിളിച്ചത്, അല്ല സമൂഹമല്ല. മോശയ്ക്ക് ശേഷം യോശുവയെ തിരഞ്ഞെടുക്കുവാൻ പേര് നിർദ്ദേശിക്കാൻ പറഞ്ഞിട്ട് പോലും മോശ അത് ചെയ്യുന്നില്ല. യഹോവയാണ് യോശുവയെ തിരഞ്ഞെടുക്കാൻ മോശ പോലും ആവശ്യപ്പെടുന്നത് നമുക്കറിയാം. അപ്പോൾ ആ യഥാർത്ഥ തിരഞ്ഞെടുപ്പ് ദൈവത്തിൻ്റേതായിരിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ അങ്ങനെ ആ തിരഞ്ഞെടുക്കപ്പെടുന്ന രാജാവിനോട് പറയുന്നുണ്ട്, അവൻ ഒന്നിലധികം ഭാര്യമാരുണ്ടാകുവാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ ജഡസംബന്ധമായ ഒരു ചിന്തയിലേക്ക് അവൻ പോകാൻ സാധ്യതയുണ്ട്. സ്വർണമോ വെള്ളിയോ അമിതമായി അവൻ സമ്പാദിക്കുക, അവൻ ധനമോഹിയാവരുത്. എന്നിട്ട് പറയുന്ന ഇതാണ്, അവൻ ലേവ്യ പുരോഹിതന്മാരിൽ നിന്ന് നിയമത്തിൻ്റെ പുസ്തകത്തിൽ നിന്ന് രാജാവ് എങ്ങനെ കാര്യങ്ങൾ നടത്തണമെന്നുള്ള കാര്യങ്ങൾ എഴുതിയെടുക്കണം. എന്നിട്ട് എല്ലാ ദിവസവും അത് വായിക്കണം. ജീവിതത്തിൻ്റെ എല്ലാ ദിവസങ്ങളും ആ പുരോഹിതനിൽ നിന്ന് വാങ്ങിച്ച ദൈവത്തിൻ്റെ നിയമങ്ങൾ അവൻ വായിക്കണം. ആ നിയമങ്ങൾ വായിക്കുമ്പോൾ അവന് നേരായ രീതിയിൽ ജനത്തെ നയിക്കുവാൻ സാധിക്കുമെന്നുള്ളതാണ്. പുതിയ നിയമത്തിൽ അതാണ് നമ്മളിന്ന് വായിക്കുന്ന വിശുദ്ധ വേദപുസ്തകം. ആ വേദപുസ്തകത്തിലൂടെയാണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. ഇന്ന് ഈ കലഹങ്ങളും തർക്കങ്ങളും വ്യവഹാരങ്ങളൊക്കെ ആയി നടക്കുന്ന സഭാ നേതൃത്വത്തിലുള്ളവർ എല്ലാ ദിവസവും വേദപുസ്തകം കൃത്യമായി വായിക്കുന്നുവെങ്കിൽ അവർക്കൊരിക്കലും അങ്ങനെ ചെയ്യാൻ സാധിക്കുകയില്ല. കാരണം വേദപുസ്തകം വായിക്കുമ്പോൾ ദൈവമാണ് നമ്മളോട് സംസാരിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിൽ ദയ, കാരുണ്യം, പരോപകാരം, താഴ്മ, വിനയം ഇതൊക്കെ നമുക്കുണ്ടാകും. എന്നാൽ ദൈവവചനത്തിൽ നമ്മൾ അകലുമ്പോൾ പൈശാചിക ശക്തികളാണ് നമ്മുടെ ഹൃദയങ്ങളിൽ ശക്തമായി വാഴുന്നത്. അപ്പോൾ നമ്മൾ ജനത്തെ തൃപ്തിപ്പെടുത്തുവാനും ജനത്തിൻ്റെ ആ ആരവം ഏറ്റുവാങ്ങുവാനും ഒക്കെ നമ്മൾ ശ്രമിക്കുമെന്നുള്ളതാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാ ദിവസവും വേദപുസ്തകം വായിക്കുന്ന, ദൈവത്തോടെ ആലോചന ചോദിക്കുന്ന ഒരു മനോഭാവം നമുക്കുണ്ടെങ്കിൽ നമുക്കൊരിക്കലും അവിടെ യഹോവയായ ദൈവം പറഞ്ഞ രാജാവായി വരുന്നയാൾ, നേതാവായി വരുന്നയാൾ എല്ലാ ദിവസവും അപ്രകാരം ചെയ്യണം. നമ്മളും രാജാക്കന്മാരാണ്. നമ്മുടെ ഭവനത്തിൻ്റെ, നമ്മൾ പ്രവർത്തിക്കുന്ന മേഖലകളുടെ, നമുക്കെല്ലാം ഓരോ അധികാരങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ ഉള്ള രാജാക്കന്മാരായിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ എല്ലാ മനുഷ്യർക്കും
അപ്പൻ എന്ന രീതിയിൽ, അമ്മ എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഏതെല്ലാം മേഖലകളിൽ നമ്മൾ പ്രവർത്തിക്കുന്നുവോ അവിടെ എല്ലാം ദൈവഹിതം ആരാഞ്ഞറിഞ്ഞ് നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കണം. അതിനാണ് ദൈവം ഇന്ന് ഈ കാലഘട്ടത്തിൽ നമുക്ക് ഈ വേദപുസ്തകം നമുക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് അത് വായിക്കാത്ത, അതനുസരിച്ച് ജീവിക്കാത്ത ഒരു ജീവിതം നമുക്കൊരിക്കലും സന്തോഷം നമുക്ക് നൽകുകയില്ല. അതുകൊണ്ട് വേദപുസ്തകങ്ങൾ വായിക്കുവാനും ധ്യാനിക്കുവാനും അതനുസരിച്ച് നമ്മളായിരിക്കുന്നതായ മേഖലകളൊക്കെയും പ്രവർത്തിക്കുവാനും ദൈവമേ, പരിശുദ്ധാത്മാവെ ശക്തീകരിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അതിന് നമ്മെ സഹായിക്കുമാറാകട്ടെ.